മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടം ചുറ്റി കേരള ബജറ്റ്. ഇത് നന്ദികേടിന്റെ മകുടോദാഹരണമെന്ന് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടന. നമസ്കാരം, കേരള ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. ബജറ്റ് വിമർശനങ്ങളിൽ കേരളം പുകയുകയാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടം കേന്ദ്രീകരിച്ച് കൂടുതൽ പദ്ധതികൾ അനുവദിച്ചതിൽ പ്രതിഷേധം ശക്തം. എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർക്ക് ഓണറേറിയം ഇരട്ടിയാകുമെന്ന പ്രഖ്യാപനം ആശ്വാസമായി. ശമ്പള പരിഷ്കരണം അടുത്ത സർക്കാരിന്റെ തലയിൽ വെച്ചുവെന്നും ടെക്നോ പാർക്കിനും ഇൻഫോ പാർക്കിനും അവഗണന നൽകിയെന്നും വിമർശനമുയർന്നു. ഇതിനിടെ യാത്രക്കാരന്റെ മുഖത്തടിച്ച KSRTC ജീവനക്കാരൻ പുതിയ വിവാദത്തിൽ. മർദ്ദനത്തിന്റെ ഞെട്ടിക്കുന്ന വീഡിയോ പുറത്തുവന്നു. അതേസമയം ചാലക്കുടി KSRTC ടെർമിനലിന് 4 കോടിയുടെ ഭരണാനുമതി ലഭിച്ചു. കോട്ടയത്തെയും കൊച്ചിയിലെയും ഗതാഗതക്കുരുക്കൊഴിവാക്കാൻ ഇനി പറന്നിറങ്ങാമെന്ന പ്രഖ്യാപനം ആശ്വാസമായി. ബെവ്കോ പ്രീമിയം ഔട്ട്ലെറ്റുകൾ ഇനി ക്യാഷ്ലെസ് ആയിരിക്കും. രാഷ്ട്രീയ വാർത്തകളിലേക്ക് വന്നാൽ, കാരാട്ട് റസാഖ് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി. ഡീൻ കുര്യാക്കോസ് MPക്കെതിരെ അറസ്റ്റ് വാറണ്ടുണ്ട്. തിരുവമ്പാടിയിൽ മുരളീധരനായി പോസ്റ്ററുകൾ ഉയർന്നു. ഒരു കാലത്തും ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് MM ഹസൻ വ്യക്തമാക്കി. ഈ ന്യൂസുകളിൽ നിങ്ങൾക്കെന്തു തോന്നി? കമന്റ് ചെയ്യൂ. ശുഭദിനം.